ഇന്ന് നമുക്കൊരു പച്ചക്കായ കൊണ്ട് എലിശ്ശേരി വെക്കാം. അത് നമുക്കൊരു ചെട്ടിക്കായ വെച്ചിട്ടാണ് എലിശ്ശേരി വെക്കുന്നത്. ചക്ക എലിശ്ശേരിയുടെ അതേ ടേസ്റ്റിൽ നമുക്കൊരു പച്ചക്കായ എലിശ്ശേരി വെക്കാം. ഇത് നമുക്ക് കായ 2-3 കായ എടുത്തിട്ട് ഇതേപോലെ നുറുക്കുക. നല്ല തൊലിയൊക്കെ ചീന്തി കളഞ്ഞിട്ട് ഇതേപോലെ നുറുക്കിയിട്ട് നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കുക്കറിൽ വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ലോണം വെന്ത് ഉടയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നല്ലോണം കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകുക, അതിൻ്റെ കറ പോകും. നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, കുറച്ച് തോനെ വെള്ളം ഒഴിക്കണം. വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് കിട്ടാനാണ്, നമുക്ക് നല്ലോണം വെന്തുടയണം, അതിനാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് 2 വലിയ വെളുത്തുള്ളി, ഒരു 8 ചെറുള്ളി, ഒരു 10 കുരുമുളക്, പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ 1-1.5 എടുക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. ഇത് നമുക്ക് കൊടുക്കാം. നമുക്ക് ചക്കയിലേക്ക് എങ്ങനെ നമുക്ക് നാളികേരമൊക്കെ അരക്കണം അതേ രീതിയിൽ നമുക്കിത് അതിൻ്റെ കൂട്ടൊക്കെ ഇതിനും വേണം. ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇപ്പം പച്ചക്കായ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കായ നല്ലോണം വെന്തുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ഉടക്കുമ്പോൾ നല്ലോണം വെന്ത് കിട്ടും ഈ കായ. അപ്പോൾ ഈ കായ എല്ലായിടത്തും ഉണ്ടാവും, എല്ലാവർക്കും കിട്ടുമെന്ന് അറിയില്ല. ചെട്ടിക്കായ എന്നാണ് ഇതിന് പറയുക. ഞാൻ നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസാണ് ഉണ്ടാവുക, അത് ഒന്ന് ചൂടാറിയാൽ കട്ടി വരും. ഇതേ രീതിയിൽ നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ജാറ് കഴുകിയിട്ട് തുള്ളി വെള്ളം കൂടി ഒഴിക്കുക. എന്തായാലും കട്ടി വരും ഇത് ചൂടാറിയാൽ. ഈ അരപ്പ് നമുക്ക് ഇതിൽ ഒഴിച്ചാൽ പിന്നെ നമുക്ക് തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇതേപോലെ നമുക്ക് കട്ടി ഉണ്ടായാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിയാൽ ഇത് കട്ടി വരും. നമുക്ക് അതിൽക്കൊന്ന് വറവിടണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായാൽ 1 ടീസ്പൂണ് കടുക് ഇടുക. ആ കടുക് നല്ലോണം പൊട്ടി വന്നാൽ നമുക്കൊരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നല്ലോണം മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്തായാലും വറവിടണം കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ വറവിടുക. ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്കും ചെയ്യട്ടോ. നമ്മുടെ വറവൊക്കെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കായ കിട്ടുക വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി വേറെ കായൊക്കെ വെച്ചിട്ട് ചെയ്താൽ ശരിയാവില്ലെന്ന് അറിയില്ല. നല്ല ഉടയണ കായ വേണം, എന്നാലേ നമുക്ക് ചക്കരശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലോണം വെന്തുടയണം. അപ്പോൾ ഈ കായ ആകുമ്പോൾ, ഈ ചെട്ടിക്കായ ആകുമ്പോൾ നമുക്ക് നല്ലോണം വെന്തുടയും. നമുക്കിത് മോരുകറിയൊക്കെ വെക്കാൻ ഈ കായ കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഈ കുമ്പളങ്ങൊന്നും ഇല്ലെങ്കിൽ ഈ കായ വെച്ചിട്ട് തന്നെ നമുക്കിത് മോരുകറി ഉണ്ടാക്കാം. ഇതേപോലെ ഉണ്ടാവും നമ്മുടെ ചക്കരശ്ശേരി, കായ കൊണ്ടുള്ള എലിശ്ശേരി. ഈ കായ എലിശ്ശേരി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.